കണ്ണൂരിലെ സാഹചര്യം കുറച്ചുകൂടി വളരെ ശ്രദ്ധേയമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എന്നതാണ്. പ്രത്യേകിച്ച് തളിപ്പറമ്പും പയ്യന്നൂർ പോലെയുള്ള മണ്ഡലങ്ങളൊക്കെ തന്നെയും ഏറെ ശ്രദ്ധേയമാണ്. കണ്ണൂരിലെ നമുക്ക് കഴിഞ്ഞ തവണത്തെ കണക്കുകൾ നോക്കിയാൽ 2021 11 സീറ്റിൽ 9 LDF-നാണ്. UDF-ന് കിട്ടിയത് 2 സീറ്റുകൾ മാത്രമാണ്, ഇരിക്കൂറും പേരാവൂരും. ഇക്കുറിയും ഏറെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പേരാവൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും അതിലെ കണക്കുകളൊക്കെ നോക്കിയാൽ LDF-ന് 7 സീറ്റുകളാണ് സാധ്യത. അതായത് വോട്ട് ശതമാനവും ഉൾപ്പെടെ നോക്കുമ്പോൾ 7 സീറ്റുകളിലാണ് സാധ്യത നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് 2 സീറ്റുകൾ നഷ്ടപ്പെടും എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. UDF-ന് 4 സീറ്റുകൾ കിട്ടും, അതായത് 2 സീറ്റുകൾ കൂടുതലായി കിട്ടും എന്നതാണ്. പക്ഷേ ഇത്തവണത്തെ പല ഘടകങ്ങളുണ്ട്. ഒന്ന്, തളിപ്പറമ്പിൽ അവിടെ CPM-ന്റെ വിമതൻ വരുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിനൊപ്പം ചേർന്ന് മത്സരിക്കുന്ന UDF-നൊപ്പം ചേർന്ന് മത്സരിക്കുന്നതാണ്. TK ഗോവിന്ദന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് തളിപ്പറമ്പിൽ എന്നത് ശ്രദ്ധേയമാണ്. PK ശ്യാമളയെ തോൽപ്പിക്കാൻ കഴിയുമോ? CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ കൂടിയായിട്ടുള്ള PK ശ്യാമളയെ, മഹിളാ അസോസിയേഷന്റെ മുതിർന്ന നേതാവിനെ തോൽപ്പിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട്. ഒപ്പം പയ്യന്നൂരിലെ സാഹചര്യം അത് CPM-നെ സംബന്ധിച്ചിടത്തോളം അലാമിംഗ് ആയിരുന്നു. വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ഉൾപ്പെടെ. അവിടെ കുഞ്ഞികൃഷ്ണന് ജയിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട്. മധുസൂദനെ എന്തായാലും ജയിച്ച് കയറിയില്ലെങ്കിലും വോട്ടുകൾ കുറയ്ക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ കണക്കുകൾ അത് നിലവിൽ LDF-ന് അത്രത്തിൽ വലിയ വീഴ്ചകളൊന്നും സംഭവിക്കില്ല എങ്കിൽ പോലും ചില സീറ്റുകൾ നഷ്ടമായേക്കും എന്ന് തന്നെയാണ് നമുക്ക് ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മധു, അതാണ് തളിപ്പറമ്പും പയ്യന്നൂരും ഒരുപക്ഷെ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. പക്ഷേ കണ്ണൂർ ഉൾപ്പെടെ ഈ രീതിയിൽ കടന്നപ്പള്ളിക്കൊക്കെ വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു. ടി മോഹനൻ ജയിച്ചു കയറും എന്നൊക്കെയുള്ള പ്രഡിക്ഷൻസും വരുന്നുണ്ട്. എന്തു തന്നെയായാലും ശ്രദ്ധാകേന്ദ്രമാണ് ഇത്തവണ കണ്ണൂർ.